ഹായ് ഗായ്സ്, ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗായിട്ടോട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വൈകുന്നേരത്ത് ഞാനും ഉമ്മയും പാടെ കുട്ടിയും പാടെ ഇറങ്ങിയിട്ടോ വാങ്ങാൻ പോവാൻ. അപ്പോൾ ഇതാണ് മോൻ പഠിക്കണ മദ്രസ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീടിന് തൊട്ടടുത്താണ് മദ്രസ. ജസ്റ്റ് ഒന്ന് റോഡ് മുറിച്ച് കടത്തിയാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇതാണ് മദ്രസ. ഞങ്ങളുടെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ സാധാരണ പോകാറുള്ള കടകൾക്കൊക്കെ പോകാറ് കേട്ടോ. അപ്പുറത്ത് കൂടെ റോഡുണ്ട്, പക്ഷെ അത് ഒരുപാട് ലോങ് ആണ്. ഉമ്മാനെയും കൊണ്ട് അത്രയും നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിനെയാണ് കേട്ടോ പോകാറ്. സാധാരണ ഇവിടെ തിങ്കളാഴ്ച ദിവസമാണ് ചന്ത ഉണ്ടാവാറ്. പച്ചക്കറി ആണെങ്കിലും തുണികളാണെങ്കിലും എല്ലാം കൂടി ഉള്ളൊരു ചന്ത ഉണ്ടാവും. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ആയിട്ടും എന്താണെന്നറിയില്ല, ചന്ത ഉണ്ട് കേട്ടോ. ഓണത്തിൻ്റെ തിരക്കും കൊണ്ടായിരിക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ചന്ത ഉണ്ട്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്തെത്തും. അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കണ കട കേട്ടോ. അപ്പോൾ ഇതാ ബസ് സ്റ്റാൻഡിൻ്റെ ഇടയിൽ കൂടെ നടന്ന് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തി. ഇനി ഇതാ മോന് നല്ല ഉഷാറോടുകൂടി നടക്കുന്നുണ്ട്. അവന് വീട്ടിൽ നിന്ന് വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിത്തരണം വെച്ചേന്ന്. അപ്പോൾ ആ ശരി വാങ്ങിത്തരാ പറഞ്ഞു. പക്ഷെ ആൾക്ക് തുണിക്കടയിൽ കയറുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് 2-3 നെയ്റ്റൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ആകെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കയറാറുള്ള കടയാണ് കേട്ടോ ഇത്. ഈ കടയിലേക്ക് തന്നെയാണ് ഞങ്ങൾ പെരുന്നാളായാലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും തുണിയെടുക്കാൻ വരിക. ഓണായതും കൊണ്ടാണ് തോന്നുന്നു നല്ല അടിപൊളി സെലക്ഷൻ നെയ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബനിയൻ തുണി ആയതും കൊണ്ട് ഇതൊക്കെ ബനിയൻ തുണിയാണ് കേട്ടോ. അപ്പോൾ ഈ ബനിയൻ തുണിയോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഞാൻ കോട്ടൻ്റെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി നല്ല അടിപൊളി കോട്ടൺ നൈറ്റികൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതിന് ഇഷ്ടപ്പെട്ട 2-3 എടുത്തിട്ട് തിരിച്ച് പോന്നു. അപ്പോൾ അതാ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവന് ഉമ്മമ്മാനെ കാണാനല്ല, ഉമ്മമ്മ എവിടെയെന്നുള്ള ദേഷ്യത്തോട് ചോദിക്കുകയാണ്. ഉമ്മമ്മാനെ കാണാണ്ടായ ടെൻഷനില്ല, ഉമ്മമ്മാനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നേരെ ഒരു ബേക്കറിക്ക് കയറി. അവനക്ക് കഴിക്കാൻ വേണം പറഞ്ഞപ്പോൾ സാൻഡ്വിച്ചും ബർഗറും പിസ്സയും അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പിസ്സ മതി എന്നുള്ളത്. അപ്പോൾ ഉമ്മാക്കും അത് മതി പറഞ്ഞ് ഞാനൊരു സാൻഡ്വിച്ചാണ് കേട്ടോ ഓർഡർ ചെയ്ത്. ശരിക്കുള്ളതല്ല, ഇപ്പോൾ എല്ലാ കടയിലും ഒരു തട്ടിക്കൂട്ടി സാൻഡ്വിച്ച് പിസ്സയൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, അങ്ങനത്തെ കേട്ടോ. അപ്പോൾ അതാ അവനക്ക് പറഞ്ഞത് കിട്ടി. പക്ഷെ ആൾക്ക് വല്ലാണ്ട് പറ്റിയിട്ടില്ല. എന്നാൽ പോലും കുഴപ്പമില്ല, ആൾ കഴിക്കണുണ്ട്. ചെറിയ മോനത് അത് കണ്ടിട്ട് അത് വേണം ഇത് വേണം എന്നുള്ള അവൻ്റെ ഒരു ബഹളമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനക്കൊരു നാരങ്ങ വെള്ളം കേട്ടോ വാങ്ങിക്കൊടുത്തത്. അവനക്ക് ഈ ഷെയ്ക്കും അതൊക്കെ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ തണുപ്പ് കൂടുതലായിരിക്കും. ഞങ്ങളുടെ എല്ലാതിൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് പിസ്ത ഷെയ്ക്ക് ഇങ്ങോട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് പിസ്ത ഷെയ്ക്ക് മോനക്ക് കുഴപ്പമില്ല, തണുപ്പ് എനിക്ക് പറ്റില്ല, അതുകൊണ്ട് അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. എനിക്ക് വാങ്ങി. വലിയ കുഴപ്പമില്ല എന്ന് പറയാം, ഷെയ്ക്ക് അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി, കടയിൽ നിന്ന് ഇറങ്ങി. ഇനി വീട്ടിലേക്കുള്ള കുറച്ച് പലചരക്ക് സാധനം കൂടി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. ഉപ്പയാണ് സാധാരണ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാറ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ദീനെ പോയി കഴിഞ്ഞാലാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങണ കടയിലേക്ക് എത്തുക. ഓണായതും കൊണ്ട് എല്ലാ കടകളിലും റോഡിലൊക്കെ നല്ല തിരക്കാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ തിരക്കാണ് കേട്ടോ. ഓണത്തിരക്കാണ് മൊത്തം. അപ്പോൾ അതാ ഈ കടയിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി വന്നു. വേറൊരു കടയിൽ കയറി മോർക്ക് മദ്രസയ്ക്ക് ചീരിനി കൊണ്ടുപോകണം പറഞ്ഞിട്ട്. അപ്പോൾ മുട്ടായി മതി പറഞ്ഞപ്പോൾ മുട്ടായി വാങ്ങാൻ കയറി കേട്ടോ. അങ്ങനെ അവനക്കുള്ള മുട്ടായിയൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇതാ എല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ ഈവനിങ് വ്ളോഗ്. ബൈ ബൈ.